8th സ്റ്റാൻഡേർഡ് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററായ പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 65 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ ആൻഡ് ഫോർ എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് ഒരു പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക, അതായത് സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട് 1980 ഡിഗ്രിയാണ്. ഇനി ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കൂടുതലുള്ള പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മ് അല്ലെങ്കിൽ കോണുകളുടെ തുക നമുക്ക് കാണണം. അതേപോലെ ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കുറവുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ കോണുകളുടെ തുകയും നമുക്ക് കാണണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട്, കോണുകളുടെ തുക എത്രയാണ്? 1980 ഡിഗ്രി. അതായത് ഒരു പോളിഗൺ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980 ഡിഗ്രിയാണ്. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കൂടുതലുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കാണണം. അപ്പൊ സം ഓഫ് ആംഗിൾസ് വിത്ത് വൺ സൈഡ് മോർ, ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എങ്ങനെയാ കാണുക? നമ്മളിപ്പോ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാ നമുക്ക് കിട്ടിയത്? 180 ഡിഗ്രി അല്ലേ? അതായത് ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഇനി ക്വാഡ്രിലാറ്ററലിന്റെ ആണെന്നുണ്ടെങ്കിലോ ഈ 180 ഡിഗ്രിയിലേക്ക് വീണ്ടും 180 ഡിഗ്രി ആഡ് ചെയ്യല്ലേ ചെയ്തത്. അതായത് 3 വശമുള്ളത് ഒരു വശം കൂടിയപ്പോൾ 180 ഡിഗ്രി കൂട്ടി. ഇനി പെന്റഗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ്ക്ക് എന്ത് ചെയ്യുക? വീണ്ടും 180 ഡിഗ്രി കൂട്ടുക. അപ്പൊ സൈഡ്സിന്റെ അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണം കൂടുന്തോറും സം ഓഫ് ആംഗിൾസ് 180 വെച്ച് കൂടും. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കാണാം? സം ഓഫ് ആംഗിൾസ് വിത്ത് വൺ സൈഡ് മോർ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 180 ഡിഗ്രി കൂട്ടിയാൽ പോരെ. അതായത് 1980 ഡിഗ്രിയിലേക്ക് 180 ഡിഗ്രി കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കൂടുതലുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കിട്ടും. ഇനി കൂട്ടുക, 1980 പ്ലസ് 180, 0 കൂട്ടിക്കഴിഞ്ഞാൽ 0, 8 8 16 6, ബാക്കി 1 ഉണ്ടാവും, 9 1 10, 10ക്ക് 1 കൂട്ടിയാൽ 11, ബാക്കി 1 ഉണ്ടാവും, 1 1 കൂട്ടിയാൽ 2. അപ്പോൾ ഇവിടെ നമുക്ക് 2160 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കൂടുതലുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് 2160 ഡിഗ്രി. ഇനി ഇതിനേക്കാളും ഒരു സൈഡ് കുറവുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസും കാണണ്ടേ? അപ്പോൾ സം ഓഫ് ആംഗിൾസ് വിത്ത് വൺ സൈഡ് ലെസ്, എങ്ങനെ കാണാം? സൈഡിന്റെ എണ്ണം കൂടുമ്പോൾ സം ഓഫ് ആംഗിൾസ് 180 വെച്ച് കൂടും. സൈഡിന്റെ എണ്ണം കുറയുമ്പോൾ സം ഓഫ് ആംഗിൾസ് എന്ത് ചെയ്യും? 180 വെച്ച് കുറയും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 1980 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രി കുറച്ചാൽ പോരെ. അപ്പോൾ 1980 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രി കുറക്കുക. അപ്പോൾ 1980 മൈനസ് 180 ഡിഗ്രി, 0 0 പോയാൽ 0, 8 8 പോയാൽ 0, 9 1 പോയാൽ 8, 1 0 പോയാൽ 1. അപ്പോൾ ഇവിടെ 1800 ഡിഗ്രിയാണ് കിട്ടുക. അതായത് ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കുറവുള്ള പോളിഗണിന്റെ കോണുകളുടെ തുക, അതായത് സം ഓഫ് ആംഗിൾസ് 1800 ഡിഗ്രി കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 65, ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 27 സൈഡഡ് പോളിഗൺ? 27 സൈഡുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് നമുക്ക് കാണണം. അതായത് 27 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണണം. ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കാണാനുള്ള ഫോർമുല എന്താണ്? അതായത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാനുള്ള ഫോർമുല n-2 × 180 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് സം ഓഫ് angles of a polygon with n sides, n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? n-2 × 180 ഡിഗ്രി.
ഇവിടെ വശങ്ങളുടെ എണ്ണം, അതായത് സൈഡ്സിന്റെ എണ്ണം തന്നിട്ടുണ്ടല്ലോ. n is equal to 27 അല്ലേ, 27 സൈഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. n-ന്റെ സ്ഥാനത്ത് 27 കൊടുക്കുക, -2 ഇൻറ്റു 180 ഡിഗ്രി. 27-ന് 2 പോയാൽ 25, 25 ഇൻറ്റു 180 ഡിഗ്രി ഇസ് ഈക്വൽ ടു 25ഉം 18ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 8 40-ന് 0, ബാക്കി 4, 2 ഇൻറ്റു 8 16, 16ക്ക് 4 കൂട്ടിയാൽ 20, ദെൻ 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 2 2, ഇനി കൂട്ടുക 0 5 4, അപ്പോൾ 450. ഇനി ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാനുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4500 ആണ് 27 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 65, ക്വസ്റ്റ്യൻ നമ്പർ 3. The sum of the angles of a polygon is 8100 degree. How many sides does it have? ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മ് 8100 ഡിഗ്രി ആണ്. അതിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് കാണണം. അതായത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 8100 ഡിഗ്രിയാണ്. ആ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്ന് കാണണം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് സം ഓഫ് ആംഗിൾസ്, അതായത് കോണുകളുടെ തുക തന്നിട്ടുണ്ട്. സൈഡ്സുകളുടെ എണ്ണം, അതായത് വശങ്ങളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക ഇസ് ഈക്വൽ ടു എത്രയാണ്? 8100 ഡിഗ്രി അല്ലേ. ഇനി ഈ സം ഓഫ് ആംഗിൾസ് കാണാനുള്ള ഫോർമുല എന്താണ്? അതായത് വശങ്ങളുടെ തുക കാണാനുള്ള ഫോർമുല n-2 ഇൻറ്റു 180 ഡിഗ്രി അല്ലേ. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണാണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട് 8100 ഡിഗ്രിയാണ്. ഇനി ഇതിന്ന് നമുക്ക് ഈ n കാണണം, അതായത് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഇവിടുന്ന് 180 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? n-2 is equal to 8100 ഡിവൈഡഡ് ബൈ 180 വരൂലേ. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, 81ഉം 18ഉം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 9 ഇൻറ്റു 9 81 അല്ലേ. അപ്പോൾ 810നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 90 എന്ന് എഴുതി കൂടെ. അതേപോലെ 18നെ എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 2 ഇൻറ്റു 9 18 ആണ്. അപ്പോൾ ഈ 9ഉം 9ഉം ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്തുണ്ടാവും? 90/2 ഉണ്ടാവും. 90/2 എന്ന് പറഞ്ഞാൽ 45 കിട്ടും. അതായത് n-2 ഈക്വൽ ടു ആണ് 45. നമുക്ക് n അല്ലേ വേണ്ടത്. അപ്പോൾ n-നെ ഇവിടെ വെച്ചിട്ട് ഈ -2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തായി മാറും? +2 ആയി മാറൂലേ. സോ n is equal to 45ക്ക് 2 കൂട്ടിക്കഴിഞ്ഞാൽ 47. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ്, അതായത് വശങ്ങളുടെ എണ്ണം 47 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 65, ക്വസ്റ്റ്യൻ നമ്പർ 4. Is the sum of the angles of any polygon equal to 1000 ഡിഗ്രി? എക്സ്പ്ലെയിൻ. ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മ് 1000 ഡിഗ്രി ആകാമോ എന്നാ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1000 ഡിഗ്രി ആകാമോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് 1000 ഡിഗ്രി എന്നുള്ളത് ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മ് ആകാമോ എന്നാണ്. അപ്പൊ ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്താണ്? സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക ഇസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി അല്ലേ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. അപ്പൊ ഈ സം ഓഫ് ആംഗിൾസ് 1000 ഡിഗ്രി ആകാമോ എന്നാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതെന്താവണം? 180ന്റെ ഒരു മൾട്ടിപ്പിൾ ആകണ്ടേ. അതായത് ഈ 1000 എന്ന് പറയുന്നത് 180ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മാകാം. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? ഈ 1000ന് 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1000 ഡിവൈഡഡ് ബൈ 180, ഒരു 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 100/18 അല്ലേ ഉണ്ടാവുക. 10ൽ പോകൂല. അപ്പൊ 100ൽ 18 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യമല്ലേ പോവുക. 5 ഇൻറ്റു 18 90. ഇനി 100ന്ന് 90 പോയാൽ ബാക്കി 10 ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കൂ, റിമൈൻഡർ, അതായത് മിച്ചം നമുക്ക് 10 കിട്ടി. ഈ 1000 180ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിമൈൻഡർ 0 ആണ് കിട്ടുക. പക്ഷെ ഇവിടെ റിമൈൻഡർ 0 അല്ലാത്ത കാരണം ഈ 1000 180ന്റെ മൾട്ടിപ്പിൾ അല്ല.
അപ്പൊ 1000 180ന്റെ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ 1000 ഡിഗ്രി എന്തല്ല, ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സം ആകൂല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1000 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. 1000 180ന്റെ ഒരു ഗുണനമല്ല. Therefore 1000 degree is not a sum of angles of a polygon. അപ്പൊ ഈ 1000 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 65, ക്വസ്റ്റ്യൻ നമ്പർ 5. എ 20-sided polygon has equal angles. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? 20 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ഓരോ ആംഗിളും എത്ര ഉണ്ട് എന്ന് കാണണം. അതായത് 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണ്. ഓരോ കോണുകളും എത്ര ഡിഗ്രി ഉണ്ട് എന്ന് നമുക്ക് കാണണം. അപ്പൊ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് 20 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ എത്ര ഉണ്ടാവും എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയ കാരണം ഈ ആംഗിൾസിന്റെ എല്ലാം സമ്മ് കണ്ടിട്ട് അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. നമുക്ക് സം ഓഫ് ആംഗിൾസ് കാണാനുള്ള ഫോർമുല അറിയാലോ. സം ഓഫ് ആംഗിൾസ് is equal to n minus 2 into 180 ഡിഗ്രി. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ n is equal to ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ടല്ലോ, 20 സൈഡ്സ് ആണെന്ന്. അപ്പൊ n is equal to 20. ഇനി ഇതിനകത്ത് കൊടുക്കുക. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 20 minus 2 into 180 ഡിഗ്രി. 20ന്ന് 2 പോയി കഴിഞ്ഞാൽ 18 into 180 ഡിഗ്രി. ഇനി 18 into 18 മൾട്ടിപ്ലൈ ചെയ്യുക. 8 into 8 64 വരിക. ബാക്കി 6 ഉണ്ടാവും. 1 into 8 8, 8ക്ക് 6 കൂട്ടിക്കഴിഞ്ഞാൽ 14. ഇനി 1 into 8 8, 1 into 1 1. ഇനി കൂട്ടുക. 4, 8ക്ക് 4 കൂട്ടിയാൽ 12ന് 2, ബാക്കി 1 ഉണ്ടാവും. 1 1 2, 2ക്ക് 1 കൂട്ടിയാൽ 3. അപ്പോൾ ഇവിടെ 324. ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര ഡിഗ്രിയാണ് ഈ 20 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക. ഇനി എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾസിന്റെ എല്ലാം കൂടെ സമ്മ് 3240 ഡിഗ്രിയും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ ഈച്ച് ആംഗിൾ എത്ര ഉണ്ടാവും? ഈച്ച് ആംഗിൾ, ഓരോ ആംഗിൾ എത്ര ഉണ്ടാവും? is equal to 3240 ഡിഗ്രിയെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്യാം. ഇനി 324നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ 2 ഒരു പ്രാവശ്യം പോവും, ബാക്കി 1 ഉണ്ടാവുമല്ലോ. 12ൽ 2 6 പ്രാവശ്യം. ഇനി ബാക്കി 4 ഉണ്ട്. 4ൽ 2 പ്രാവശ്യം. 162 ഡിഗ്രിയാണ് ഓരോ ആംഗിളും ഉണ്ടാവുക. ഓരോ കോണിൻ്റെയും അളവ് 162 ഡിഗ്രി ആയിരിക്കും.